ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ WCPO പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും. നല്ലതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ എല്ലാ മാത്സ് പ്രോബ്ലംസും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ 1, 5, 14 എക്സെട്ര എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേരുണ്ട്. 1ൻ്റെ കൂടെ ഇവിടെ എത്ര കൂട്ടിയേ? 4. 1, 4, 5. 5ൻ്റെ കൂടെ ഇവിടെ എത്ര കൂട്ടിയേ? 9. അതായത് ഇവിടെ 2ൻ്റെ സ്ക്വയർ കൂട്ടി, ഇവിടെ 3ൻ്റെ സ്ക്വയർ കൂട്ടി, ഇനി ഇവിടെ 4ൻ്റെ സ്ക്വയർ, അതായത് 16 കൂട്ടണം. 16, അതായത് 30 വരും. ഇങ്ങനെ അങ്ങോട്ട് ഈ പെർഫെക്റ്റ് സ്ക്വയർ, അതായത് പൂർണ്ണവർഗ്ഗങ്ങൾ കൂട്ടുന്ന 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, ഇങ്ങനെയുള്ള സംഖ്യാശ്രേണിക്ക് പിരമിഡ് സീരീസ് എന്ന് പറയുന്നത്. പിരമിഡ് സീരീസ് പൊതുവായിട്ട് പറയുന്നത്, അതായത് സ്തൂപിക പിരമിഡ് സീരീസ് പൊതുവായിട്ടുള്ള ഈ പേര് സ്തൂപിക സംഖ്യകൾ. അതാണ് ഉത്തരം. അതായത് 2 സ്ക്വയർ കൂട്ടി, 3 സ്ക്വയർ കൂട്ടി, 4 സ്ക്വയർ കൂട്ടി, ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന സംഖ്യാശ്രേണികളെ പിരമിഡ് സീരീസ് അല്ലെങ്കിൽ സ്തൂപിക സംഖ്യകളെന്ന് ഇതിനെ പറയപ്പെടുന്നു. ഈ ശ്രേണിയെ പറയപ്പെടുന്ന പേരാണ് പിരമിഡ് സീരീസ് അല്ലെങ്കിൽ മലയാളത്തിൽ സ്തൂപിക സംഖ്യകൾ. കോമൺ ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുക. ABC എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ 3-ാം ദിവസവും BC എന്നിവർ സഹായിച്ചാൽ Aക്ക് എത്ര ദിവസത്തിനുള്ളിൽ ഒരു ജോലി തീർക്കാൻ കഴിയും? അതായത് LCM കാണണം. 20, 30, 60ൻ്റെ LCM എന്ന് പറയുന്നത് 60 കിട്ടും. അപ്പോൾ ഈ 60നെ Aയുടെ എഫിഷ്യൻസി കാണാൻ 60നെ ഈ 20 കൊണ്ട് ഹരിക്കണം, അതായത് 3 LCMത്തെ. ഇവിടെ Bയുടെ എഫിഷ്യൻസി കാണാൻ LCMത്തെ 30 കൊണ്ട് ഹരിക്കണം. 30 ദിവസമാണല്ലോ B ചെയ്യുന്നത്. 2. ഇവിടെ സിയുടെ എഫിഷ്യൻസി കാണാൻ 60നെ 60 ഉണ്ട് 1. അതായത് ആദ്യത്തെ ദിവസം 3 A മാത്രം, രണ്ടാമത്തെ ദിവസം A മാത്രം, മൂന്നാമത്തെ ദിവസം Aയുടെ കൂടെ Bയും Cയും കൂടെ കയറും. അതായത് 3, 2, 1, 3, 2, 5, 1, 6. അതായത് 3, 2, 1, അതായത് 6. ഇത് 6. അപ്പോൾ ആകെ എത്ര വരും? 12. അതായത് ഈ LCMത്തെ 12 വെച്ച് ഹരിക്കുന്നു. അപ്പോൾ 5 സെറ്റ് വരും. 3 കൂടെ മൂന്നാമത്തെ ദിവസം 6. അപ്പോൾ ഓരോ 3 ദിവസം കഴിയുമ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് വരും. 60നെ 12 വെച്ച് ഹരിക്കുമ്പോൾ 5, അങ്ങനെ 5 സെറ്റ് വരുന്നുണ്ട്. 12, 12, 12, 12, 12. അപ്പോൾ ഈ ഓരോ 12ൽ ഈ 5 സെറ്റ് 3 ദിവസം വീതം. 3 ദിവസം, ഇവിടെ 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 3 ദിവസം. അപ്പോൾ ഇതെല്ലാം കൂടെ 5 സെറ്റ് വരുമ്പോൾ 3, 5, 15 ദിവസം. ഓപ്ഷൻ B ആണ് ഉത്തരം. 15 ദിവസം ഒക്കെ കൂടി പറയാം. ഇവിടെ 20ൻ്റെ 30ൻ്റെ 60ൻ്റെയും കൂടെ LCM എടുക്കുന്നു. അത് 60 കിട്ടുന്നു. LCM 60. ഇപ്പോൾ A 20 ദിവസം കൊണ്ട്, B 30 ദിവസം കൊണ്ട്, C 60 ദിവസം കൊണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ എഫിഷ്യൻസി കാണാൻ LCMത്തെ ഈ ദിവസം കൊണ്ട് ഹരിച്ചാൽ മതി. A ചെയ്യുന്നത് 20 വെച്ച് ഹരിക്കുമ്പോൾ 3. Aയുടെ എഫിഷ്യൻസി ജോലി ചെയ്യാനുള്ള കഴിവ് 3. ഇനി Bയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ജോലി ചെയ്യാനുള്ള കഴിവ് ഈ 60 LCMത്തെ ഈ 30 കൊണ്ട്, B 30 ദിവസം കൊണ്ടായി, അതപ്പം 30 കൊണ്ട് ഹരിച്ചാൽ 2. C 60/60 LCMത്തെ സിയുടെ ദിവസം എന്ന് പറയുന്നത് 60/60 1. അപ്പോൾ ആദ്യത്തെ ദിവസം A ചെയ്യുന്നു 3 ദിവസം, രണ്ടാമത്തെ ദിവസവും A തന്നെയാണ് ചെയ്യുന്നത് 3. അതിൻ്റെ എഫിഷ്യൻസി A 3, രണ്ടാമത്തെ ദിവസം A, മൂന്നാമത്തെ ദിവസം Aയുടെ കൂടെ Bയും Cയും കൂടെ കൂടുന്നു. അതായത് 3 + 2 + 1, അതായത് 6. 3, 3, 3, 6, 6, 6, 12. ഈ 60നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 5 കിട്ടും. അപ്പോൾ 5 സെറ്റ് കിട്ടും. 12, 12, 12, 12, 12, 12. അപ്പോൾ 5 സെറ്റ്. 12, 5, 6, 60. അപ്പോൾ ഓരോ 3 ദിവസം, ഓരോ 12നും 3 ദിവസം, ഇവിടെ 3 ദിവസം, ഇവിടെ 3 ദിവസം, ഓരോ 3 ദിവസമാണല്ലോ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. A പിന്നെ Aയും B Cയും കൂടെ. അപ്പോൾ എത്ര വരും? 1, 2, 3, 4, 5. അങ്ങനെ 3, 3 ഇത് ഇത്രയും കൂടെ വരുമ്പോൾ 3, ഇത്രയും ദിവസം എന്ന് പറയാൻ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 15 ദിവസം വരും. ഓപ്ഷൻ B ആണ് ഉത്തരം. 15. 3/4, 1 and 1/2, 2 and 1/4 എക്സെട്ര എന്ന
ശ്രേണിയിലെ പദമല്ലാത്തതായിരുന്നു വെച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് സാമാന്യ ബുദ്ധിയിൽ ഓർത്തിരിക്കുക. 4-1 പറഞ്ഞാൽ 4, 4-3 പറഞ്ഞാൽ 3/4, 2-1 പറഞ്ഞാൽ അര. ഇത് ജസ്റ്റ് ഇത് 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ 3/4, 3/4, 1/2, 1/2, 3/4, 2/4, 2/4, 3/4, 3. അപ്പോൾ അത് അടുത്ത പദം വരുന്നത് 3/4, 3. അടുത്തത് 3/4 വരും, 3/4. പിന്നെ 3/4, 3/4, 4/2. അപ്പോൾ ഇതല്ലാതെ വരുന്നത് ഏതാണ്? 4 ഇതിൽ വരത്തില്ല. ഈ ബാക്കി 3/4, 3/4, 1/2, 1/2, 3/4, 2/4, 2/4, 3/4, 3 വരും. 3 കഴിഞ്ഞാൽ പിന്നെ 3/4 വരും, 3/4, 3/4, പിന്നെ 3/4, 3/4, 4/2 വരും, 4/2. ഓരോ വർഷവും 15% വീതം ഈ വേസ്റ്റ് കൂടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. 2020 ഏകദേശം 20 കോടി ടൺ വരുന്നുണ്ടെന്ന്. ഈ 2024 അപ്പോൾ 4 തവണ വരണം. അതായത് 20 കോടി അത് അങ്ങനെ എഴുതുന്നുള്ളൂ. ഇവിടെ 2 ഓപ്ഷനിലൊക്കെ നോക്കുമ്പോൾ 20 കോടി 20 എന്നിട്ടാണ് 20 ഇൻറ്റു ആദ്യത്തെ തവണ 115/100, 15% കൂടുന്നുണ്ട്. 115/100 കുറയുമായിരുന്നെങ്കിൽ 15 കുറച്ചാൽ മതി, 100-ന് 15 കുറച്ചാൽ മതി, 85/100. ഇവിടെ വർദ്ധിച്ചു വരുവാണ്. 115/100 ഇൻറ്റു 115/100, 24 വരണമല്ലോ. അങ്ങനെ 4 തവണ വരും 100. അതായത് ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 23/20, ഇവിടെ 23/20, 2 5 വെച്ച് കട്ട് ചെയ്താൽ 23/20, 23/20 സമം ഈ 20 കൂടെ കട്ട് ചെയ്ത് പോകും. 23-ൻ്റെ സ്ക്വയർ, 23-ൻ്റെ സ്ക്വയർ ഇൻറ്റു 23-ൻ്റെ സ്ക്വയർ ബൈ 20 ഇൻറ്റു 20 ഇൻറ്റു 20, 2 ഗുണം 2 ഗുണം 2, 8 ഗുണം ഇതിവിടെ 3 ഇത് വരും, 1000 ഇടാം ചെയ്യാൻ സൗകര്യത്തിന്. 23-ൻ്റെ സ്ക്വയർ കാണാൻ ഒരു എളുപ്പവഴി പറയാം. 23-ൻ്റെ സ്ക്വയർ, 3-ൻ്റെ സ്ക്വയർ 9, 2-ൻ്റെ സ്ക്വയർ 4, പിന്നെ ഇവിടെ ഒരു ഇടയ്ക്കൊരു 0 ഇട്ട് കൊടുക്കുക. ഇത് 3 കൂടെ ഗുണിക്കുക. അതായത് ഇട്ട് കൂട്ടിയാൽ മതി 529. 23-ൻ്റെ സ്ക്വയർ അറിയാമെങ്കിൽ അതങ്ങനെ ചെയ്താൽ മതി. അതായത് 529 ഗുണം 529/8 ഇൻറ്റു 1000. ഈ 0 0 ഇത് 10 10 10, 2 2 2, 8 ഗുണം 1000. അതായത് ഈ 529-നെ 529 വെച്ച് ഗുണിക്കുമ്പോൾ 2,79,841. അതിനെ 8 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് 8 വെച്ച് ഹരിക്കാൻ പറ്റും. എന്നിട്ട് 3 സ്ഥാനം മാറ്റി കുത്തണം. അപ്പോൾ നമുക്ക് 34.98 വരും. 34.98 വരും. 8 0 98 വരും. അതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് വലിയ സംഖ്യ വരും. 8 കൊണ്ട് ഹരിച്ചിട്ട് 3 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. 34.98 ഓപ്ഷൻ എ ആണ് ഉത്തരം. കൃത്യങ്ക നിയമങ്ങളും ബോട്ട്മാസ് നിയമവും അനുസരിച്ച് ഈ കണക്ക് ചെയ്യാം. ഇത് ഡിവിഷൻ, ബോട്ട്മാസ് എന്ന് പറയാൻ ബ്രാക്കറ്റ് ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആ ക്രമത്തിന് വേണം ചെയ്യാൻ. ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനുമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഡിവിഷൻ ആദ്യം ചെയ്യുന്നു. അതായത് A/m/A/n എന്ന് പറയാം. A/m-n. കൃത്യങ്ക നിയമങ്ങൾ മാത്രം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും, നോക്കിയാൽ മനസ്സിലാവും. 7.5 മൈനസ് 3.5. പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഒരു 17/4.5 സമം 17 ക്വസ്റ്റ്യൻ മാർക്ക് നമുക്കറിയില്ല. അത് അപ്പോൾ 17 7-ന്ന് 3.5 പോകാം 4, 7-ന്ന് 3.5 പോകാൻ 4 ഇൻറ്റു പിന്നെ ഇവിടെ എന്തുണ്ട് 17/4.5 സമം 17 ക്വസ്റ്റ്യൻ മാർക്ക് നമുക്കറിയില്ല. A/m ഇൻറ്റു A/n എന്ന് പറയാം. A/m+n അതായത് 17/4 പ്ലസ് 4 സമം 17 ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് 17/8.5 സമം 17 ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് അറിയില്ല. ക്വസ്റ്റ്യൻ മാർക്കുള്ളിടത്ത് എക്സിറ്റ് കൊടുത്താൽ മതി.
അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കൃത്യങ്ക നിയമമാണ്. ബേസ് രണ്ടും തുല്യമായാൽ അത് ഇക്വേറ്റ് ചെയ്താൽ അതിൻ്റെ പവറും തുല്യമായിരിക്കും. അതായത് ഈ ക്വസ്റ്റ്യൻ മാർക്കുള്ളിടത്ത് നമുക്ക് എത്ര ഉത്തരം വരിക? 8.5. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 8.5. മാസം എന്ന് പറയാം ബ്രാക്കറ്റ് ഓഫ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ആ ക്രമത്തിൽ വേണം ചെയ്യാൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണുള്ളത്. അതുകൊണ്ട് ഡിവിഷൻ ആദ്യം ചെയ്യുന്നു. ARSTM by ARSTN ARSTM -n 17/7.5 -3.5. പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഒരു 17/4.5. നമുക്കിവിടെ അറിയാത്തതിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. 17/x. അപ്പോൾ 17 7/3 പോകെ റേസ്റ്റ് 4 7/3 പോകെ 4 ഇൻറ്റു 17/4 സമം നമുക്ക് 17 അറിയാത്തത് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ARSTM ഇൻറ്റു ARSTN സമം ARSTM പ്ലസ് n. അതായത് 17/4 പ്ലസ് 4 സമം 17/x. 17/8. 4 4 കൂട്ടിയാൽ 8. 4 4.5 കൂടെ കൂട്ടുക. 4 4.5 കൂടെ കൂട്ടുക. അപ്പോൾ 8.5 കിട്ടും. 17/8.5 സമം 17/x. അതൊക്കെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ എക്സ് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ബേസ് ഇതും കൃത്യങ്ക നിയമമാണ്. ബേസ് രണ്ടും തുല്യമായാൽ പവേഴ്സ് തുല്യമായിരിക്കും. അതായത് അറിഞ്ഞുകൂടാത്തത് ഈ എക്സ് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. എക്സ് സമയം 8.5 അറിഞ്ഞുകൂടാത്തത് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. 8.5 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3 സംഖ്യകളിൽ ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ്. എന്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിനെ എക്സ് എന്ന് എടുക്കുന്നു. രണ്ടാമത്തെ സംഖ്യ എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സംഖ്യ എത്ര വരും? 2x ഇരട്ടി ആയതുകൊണ്ട്. ഇനി ഒന്നാമത്തേതിൻ്റെ 3/1. ഒന്നാമത്തേതിൻ്റെ എത്രയാണ്? 2x അതിൻ്റെ 3/1. ഒന്നാമത്തേതിൻ്റെ 3/1 അതായത് 2x/3. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ 2x, രണ്ടാമത്തെ സംഖ്യ x, മൂന്നാമത്തെ സംഖ്യ 2x/3. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും കൂടെ തുക എത്ര ആണെന്ന് തന്നിട്ടുണ്ട്? 2x പ്ലസ് x പ്ലസ് 2x/3. ഇതിൻ്റെ തുക 572 അപ്പോൾ ഇതിനെ മൊത്തത്തിലങ്ങ് ഈ LCM 3 ആണ്. എല്ലാത്തിനെയും 3 ഇട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇതിനെ 3 ഇട്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 3 ഗുണം 2x പ്ലസ് 3 ഗുണം x. ഓരോ ടൈമിനെ 3x ഇട്ട് ഗുണിക്കാം. 2x/3 ഇൻറ്റു 3 സമം 572 ഇൻറ്റു 3. അതായത് 6x പ്ലസ് 3x പ്ലസ് ഈ 3 കട്ടാവും 2x സമം 572 ഇൻറ്റു 3. 6 3 9 2 11x സമം. ഇനി നമുക്കപ്പോൾ എക്സിൻ്റെ വില എന്ത് കാണാം? എക്സിൻ്റെ വില 1716 11 വെച്ച് ഹരിക്കുക. 1716 11 വെച്ച് ഹരിക്കുക. 11 55 156 വരും. എക്സിൻ്റെ വില എക്സ് 156 വരും. 156 ഇതിലില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ അല്ല. ഇനി 2x വിലയോ? 2x സമം 2 ഗുണം 156 അതുമല്ല. ഇനി 2x ഇൻറ്റു 3 2 ഇൻറ്റു 156 ഇൻറ്റു 3/1 അതായത് 104 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 104. വലിയ കൂടി പറയാം. 3 സംഖ്യകൾ ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യ. ഇതിപ്പോൾ ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തേതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതുകൊണ്ട് രണ്ടാമത്തേതിന് എക്സ് എന്ന് കൊടുക്കുന്നു. ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ സംഖ്യ 2x. ഇനി മൂന്നാമത്തെ എന്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതുകൊണ്ട് രണ്ടാമത്തെ സംഖ്യ എക്സ് എന്ന് എടുക്കുന്നു. രണ്ടാമത്തേതായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത്. 2x ഇരട്ടിയായതുകൊണ്ട് 2x. ഇനി മൂന്നാമത്തെ സംഖ്യ ഒന്നാമത്തേതിൻ്റെ 3/1. ഒന്നാമത്തെ എത്രയാണ്? 2x ഇൻറ്റു 3/1 അതായത് 2x/3. ഇനി ഇതിൻ്റെ 3ൻ്റെയും കൂടെ തുക എത്ര തന്നിട്ടുണ്ട്? 2x x പ്ലസ് 2x/3 എത്ര വരും? 572. അപ്പോൾ ഇനി മൊത്തത്തിലങ്ങ് 3 ഇട്ട് ഗുണിക്കുക എല്ലാത്തിനും. അതായത് 2x × 3 പ്ലസ് 3 ഓരോ ടൈമിനെയും 3 ഇട്ട് ഗുണിക്കാം പ്ലസ്
2x/3 × 3 പോകുമ്പോൾ 2x വരും. 3 കട്ടായി പോകും. 572 ഗുണം 3. അതായത് 6x + 3x + 2x സമം 1716. അതായത് 11xൻ്റെ വില 1716. അപ്പോൾ എക്സിൻ്റെ വില 1716/11, അതായത് 156 വരും. 156 ഇതിലുണ്ടോ എന്ന് നോക്കുക. ഇല്ല. അപ്പം നമുക്ക് ഇനി അടുത്ത സംഖ്യ ഏത് വരും? 156 ഗുണം 2, 2x. അപ്പോൾ അത് വരത്തില്ല, അത് 300 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതില്ല. ഇനിയിപ്പോൾ 2x/3 നോക്കാം. 2 × x 156/3. മൂന്നാമത്തെ സംഖ്യ 2x/3 ആണ്. അത് നോക്കാം. എക്സ് 156, അത് ഇതിനകത്തില്ല. ഇനി ആദ്യത്തെ സംഖ്യ 2 × 156, അതും ഇതിനകത്തില്ല. ഇനി മൂന്നാമത്തെ ആണെന്ന് നോക്കാം. 2 × x/3 156/3. 2 × 52, ഓപ്ഷൻ ഡി 104 ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.